ആൽഫ ഇറങ്ങണേക്കാളും മുമ്പ് ഞാൻ നമ്മുടെ ആൽഫയും ദുരന്തറും തമ്മിലൊരു കമ്പാരിസൺ പോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറയാണ് ആൽഫ ഇസ് റിവേഴ്സ് ദുരന്തർ. ദുരന്തറിൻ്റെ കഥയെടുത്ത് നേരെ റിവേഴ്സ് ചെയ്തിട്ടാണ് ആൽഫ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുറച്ച് സ്പോയിലേഴ്സ് പരിപാടികളൊക്കെ ഉണ്ടാവും, എന്നാലും ഫുള്ളായിട്ട് അങ്ങനെ സ്പോയിലേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല. ദുരന്തർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സ്പൈ അങ്ങോട്ട് പോയിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ട് പതുക്കെ ഒരു ചായടിക്കാരനൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെ പതുക്കെ ഒരു അവരുടെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്യാങ്ങിൽ ചേർന്ന് അങ്ങനെ പടിപടിയായിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലിയാറിക്ക കിങ് ആവുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മെയിൻ ക്യാരക്ടർ പാകിസ്ഥാൻ ISI ഏജൻ്റാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒറ്റയടിക്ക് ആധാർ കാർഡും കിട്ടി, റേഷൻ കാർഡും കിട്ടി, ഇവിടെ അങ്ങോട്ട് സെറ്റിലായി. പെട്ടെന്ന് തന്നെ പുള്ളീനെ പിടിച്ച് റോയിൻ്റെ അങ്ങോട്ട് ഇന്ത്യൻ ആർമിയിൽ അങ്ങോട്ട് ചേർത്തു. വലിയ ആളായി പുള്ളി അതിൽ. ഇങ്ങനെയൊക്കെ റോ എന്ന് പറയുന്നത് എത്രത്തോളം ഇൻ്റലിജൻ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി എന്നൊക്കെ പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ എത്രത്തോളം പരിപാടികൾ ഒപ്പിക്കും, എങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളത് ദുരന്തറിൽ കൂടെ നമ്മൾ നന്നായിട്ട് കണ്ടു കഴിഞ്ഞു. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പൊട്ടന്മാരാണോ? അല്ല ആർമിക്കാരൊക്കെ പൊട്ടന്മാരാണോ? അതെങ്കിൽ റോ പൊട്ടന്മാരാണോ? ആർമിയുടെ അകത്ത് കയറ്റണമെങ്കിൽ തന്നെ ഇവരെന്തോരം ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തും. ഒരു ബാക്ക് സ്റ്റോറിയോ ഒന്നും ഇല്ലാത്തവനെ, അതും കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്തവനെ ഒരു ദിവസം ഇങ്ങനെ ആർമിയിൽ ചേർന്ന് അതിൽ വലിയൊരാളായി. എന്ത് കണ്ടിട്ട് ഇവരൊക്കെ പൊട്ടന്മാരാണെന്നാണ് ഇവരുടെ വിചാരം. അതും പോട്ടെ, ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നുണ്ട്, അവരുടെ ട്രെയിനിങ് സീക്വൻസിൽ കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടിയിരുത്തിയിട്ട് ഒരു ഉസ്താദ് വന്നിട്ട് ഇവരെ എങ്ങനെ മുസ്ലിം ആവണം, എങ്ങനെയാണ് നമാസ് ചെയ്യേണ്ടത്, അവരെ കുറേ ഭാഷകളും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ സിന്ധിയിൽ സംസാരിക്കണം, എങ്ങനെയാണ് ഉറുദു ഇതൊക്കെ സംസാരിക്കേണ്ടത്, എങ്ങനത്തെയാണ് ആക്സെൻറ്റ്, അതൊക്കെ വർക്ക് ചെയ്തിട്ടാണ് 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരങ്ങനെ ജീവിച്ചിട്ട് 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവരെ പാകിസ്ഥാനിലേക്ക് വിടുന്നത്. അതും രൺവീർ സിംഗ് ഒക്കെ എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് അഫ്ഗാനിസ്ഥാൻ കയറി അങ്ങനെ വേറെ രാജ്യങ്ങളുടെ ബോർഡർ വഴി അങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഡയറക്റ്റ്ലി പാകിസ്ഥാനിലേക്കല്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ചുമ്മാ വായുവിൽ എഴുതി ഇങ്ങനെ കൂട്ടെന്ന് പറയണ പോലെ ചുമ്മാ നമ്മുടെ ബോർഡർ ഇങ്ങനെ ചുമ്മാ മലക്കെ തുറന്ന് കിടക്കട കണ്ടു, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആദിത്യ ധറും അതുപോലെ തന്നെ YRF പോട്ടെ, ഒരു സാധാരണ ഇതുപോലത്തെ സ്റ്റുഡിയോസും പ്രേക്ഷകരെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ആദിത്യ ധർ എപ്പോഴും അയാളുടെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഓഡിയൻസിനെ എപ്പോഴും ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ സ്ക്രീൻ പ്ലേ എല്ലാം ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ എന്ന് പുള്ളിക്കറിയാം. പക്ഷേ ഇവിടെ YRF ഒക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ നമ്മളൊക്കെ പൊട്ടന്മാരാണെന്നാണ് റിയലി അവർ വിചാരിക്കുന്നത്. ഓഡിയൻസിനെ പൊട്ടന്മാരായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് വളരെ ബോറിംഗ് ആയിട്ടുള്ള സിനിമകളും പ്ലോട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓഡിയൻസ് ഇവരെന്തെങ്കിലും കാണിക്കട്ടെ, ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. നമുക്കറിയാം YRF എന്ന് പറയുന്നത് ജെയിംസ് ബോണ്ട് പോലത്തെ പടങ്ങളാണ്, എല്ലാത്തിലും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം, അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ഇൻ്റലിജൻ്റ് ആയിട്ട് ആ ഒരു സ്ക്രീൻ പ്ലേ ചെയ്യണം. കാരണം അവർക്ക് അത്രയും നല്ലൊരു ബ്രാൻഡ് ഉണ്ട്, അത് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ട്. അവർ നല്ലൊരു സിനിമ ചെയ്താലല്ലേ കാര്യമുള്ളൂ. ഇവരിതുപോലെ ഓഡിയൻസ് പൊട്ടന്മാരാന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ വലിച്ചു കൂട്ടി നമുക്ക് ഷൂട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ബോളിവുഡിലെ മിക്ക ആൾക്കാരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൽഫ ഇറങ്ങിക്കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. മാഹിറ ഖാൻ്റെയൊക്കെ, അതായത് റയീസിൽ അഭിനയിച്ച മാഹിറ ഖാൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ടായിരുന്നു, അവർ കണ്ടു വളർന്ന ബോളിവുഡാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നെ പാകിസ്ഥാനിൽ തന്നെ ഇത് നമ്മുടെ പാകിസ്ഥാൻകാരുടെ റിപ്ലൈ ടു ദുരന്തറാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ രീതിയിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തേക്കാം, ഞാൻ ഭയങ്കര ജിങ്കോയിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഭയങ്കര നാഷണലിസം തലയ്ക്ക് പിടിച്ച ഒരാളായിട്ടോ അല്ല സംസാരിക്കുന്നത്. ബുദ്ധിയുള്ള ജസ്റ്റ് പടങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും, പണ്ട് തൊട്ടേ ബോളിവുഡ് പടങ്ങളിൽ ഇതുപോലെ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിലെ പടങ്ങളിലൊക്കെ ഒരു പിറകിലൊരു അജണ്ടയുണ്ട്. എസ്പെഷ്യലി YRFൻ്റെ പടങ്ങളിൽ, സ്പൈ യൂണിവേഴ്സ് പടങ്ങൾക്ക് നിങ്ങൾ ടൈഗർ സിന്ധായ പോലത്തെ പട്ടാൻ പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ IS ഒക്കെ ഭയങ്കര നല്ല ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. ഈവൻ അവരുടെ വില്ലൻസ് വരെ ഇന്ത്യൻ ആർമിക്കാരായിരിക്കും, ഇന്ത്യൻ ആർമിയിൽ നിന്ന് വേറെ രീതിയിൽ പോയ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരായിരിക്കും. ISIനെ ഭയങ്കരമായിട്ട് വെള്ളയടിച്ച് കാണിക്കുകയാണ് ലിറ്ററലി അവർ സ്പൈ യൂണിവേഴ്സ് മൊത്തം. ഈ ISI ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആസ് എ കൺട്രി, അവിടെ എല്ലാവരും ഞാൻ പറയുന്നത്, അവിടെ ആയിരിക്കും ഇവരൊക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ടെററിസം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്, നമ്മളിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ വീടിനെയൊക്കെ ഊംഫിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അതൊക്കെ മുടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല.
ആൽഫ എന്തൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ പോട്ടെ. ഈ ഇന്ത്യൻ ആർമിക്കാർ ഒരു ബഹുമാനം ഇല്ലേ ഇവർക്കെന്ന് തോന്നിപ്പോയി. കാരണം ആർമിക്കാരെയൊക്കെ ഒരുമാതിരി പൊട്ടന്മാരായിട്ടാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. ഇവർക്ക് അവിടെ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ബോർഡറിലും ഇതിലൊക്കെ ഈവൻ ഇൻ്റലിജൻസിലൊക്കെ കുറേ എണ്ണങ്ങൾ അവരുടെ കുടുംബവും കുട്ടികളും അതും ഇതൊക്കെ കളഞ്ഞ് അവരുടെ യൂത്ത് തന്നെ കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുകയാണ്. അതെ, അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ലെവലിൽ ഉള്ള ഒരു മനുഷ്യനായിട്ട് കാര്യമില്ല. എല്ലാവരുടെയും ഉള്ളിൽ സം കൈൻഡ് ഓഫ് സ്പെഷ്യാലിറ്റി ഉണ്ട്. അവർക്ക് അത്രയും വലിയൊരു ധൈര്യവും ഉണ്ട്. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഈവൻ ദോ സർവീസാണ്, അവരുടെ ജോലിയാണെങ്കിൽ പോലും അത് വളരെ വലിയൊരു സർവീസാണ്. അത് നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നൊക്കെ പറയുന്ന പോലെ അത് നിങ്ങൾ ഭയങ്കര പുഴത്തോ പരിപാടിയോ ഒന്നും ചെയ്യണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ രാജ്യസ്നേഹം ഭയങ്കരമായിട്ട് തളച്ചൊഴുകണമെന്നോ അങ്ങനെ ഇത് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് അവരൊന്ന് നിന്ദിക്കാതിരിക്കുക. അവരെ ഇങ്ങനെ പൊട്ടന്മാരായിട്ട് കാണിക്കരുത്. അവരത്രത്തോളം ഈവൻ നമ്മുടെ ഒരു നേവൽ ബേസിൽ നമുക്ക് കയറിപ്പോണെങ്കിൽ വരെ അവരെത്രത്തോളം ചെക്ക് ചെയ്യുമെന്നറിയോ? നമ്മുടെ എല്ലാ സംഭവവും നമ്മളിപ്പോൾ ഒരു കാറിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ടയർ വരെ ഒരു ഊരി നോക്കും ചിലപ്പോൾ. അങ്ങനത്തെ ടയർ വരെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള അത്രയും സെക്യൂരിറ്റി കൂടുതലുള്ള ആൾക്കാർ. അപ്പോൾ സുപ്പീരിയേഴ്സൊക്കെ എത്ര വലിയ ഐക്യവും അത്രയും ബുദ്ധിയുമുള്ള ആൾക്കാരായിരിക്കും എന്നറിയും. ഇവരൊക്കെ എന്തോ ഇതൊരു കോമൺ ടെക്നിക്കാണ്. നിങ്ങൾക്ക് സിനിമ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻ ക്യാരക്ടറിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും, അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടറൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചുറ്റുള്ള ക്യാരക്ടേഴ്സിനൊക്കെ മണ്ടന്മാരാക്കും. ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ സിനിമകളിലുള്ള പരിപാടിയാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ വെറുതെ എന്തിനാണത്? വെറുതെ ഒരു 10-100 കോടി ചുമ്മാ കൊണ്ടുപോയി കളയുക. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ പൈസ ഇല്ല, അവരുടെ പൈസ. പിന്നെ ധ്രുവ് റാട്ടിയൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടു. പുള്ളിയുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം പറയുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ വായിക്കുമ്പോൾ വളരെ സെറ്റപ്പായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന പല ആൾക്കാരുടെയും ക്രിറ്റിസിസം ഞാൻ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ അത് മാറ്റാൻ ശ്രമിക്കാറുമുണ്ട്. അതുപോലെ തന്നെ ധ്രുവ് റാട്ടി തുടക്കത്തിലൊക്കെ പുള്ളി നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം മോദി ഗവൺമെൻറ്റിനെ പറ്റി, അയാളുടെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ പോകെ പുള്ളി ഒരു ബ്ലൈൻഡ് ഹെയ്റ്റാണ്, വെറുതെ ബ്ലൈൻഡായിട്ടാണ് പറയുന്നത്. അത് കൺസ്ട്രക്റ്റീവായിട്ട് എന്തിനോടും നമുക്ക് പറയാം, ഇന്ത്യയിൽ ഏതിനായും നമുക്ക് പറയാം. പക്ഷേ ബ്ലൈൻഡ് ഹേറ്റ്രഡ് ബാക്കിൽ വെച്ചിട്ടാണ് പുള്ളി പലതും പറയുന്നത്. എനിക്ക് ശക്തമായിട്ട് തോന്നിയിട്ടുണ്ട്. വെറുതെ ഒരാവശ്യമില്ലാണ്ട് വെറുതെ ഓരോന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടാവട്ടെ, ഉണ്ടായി കഴിഞ്ഞിട്ട് ഓക്കെ, അത് പറയുന്നതിൽ കുഴപ്പമില്ല. പിന്നെ ബോളിവുഡുകാർക്ക് പണ്ടൊട്ടേ ഒരു ചായ്വ് ഉണ്ട് നമ്മുടെ പാകിസ്ഥാനോട്. ഈവൻ ആ ഒരു 26/11 ടൈമിൽ ആ ഒരു അത്രയും വലിയൊരു സംഭവം ഇന്ത്യയിൽ നടന്നതിന് ശേഷം ഷാരൂഖ് ഖാനൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പാകിസ്ഥാനികളുടെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യണം, അത് ഫുള്ളായിട്ട് ബ്ലെയിം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു ടെൻഷൻ നിൽക്കുമ്പോൾ അത് പറയണതാണ് പ്രശ്നം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഈവൻ ബോളിവുഡ് പണ്ട് കൺട്രോൾ ചെയ്തത് ദാവൂദ് ഇബ്രാഹിമാണ്, നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാൾ. ഇപ്പോഴും പാകിസ്ഥാനിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോഴും ആ ഒരു ശീലം മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. Do we love them? I think we immensely love them. Why do we suddenly jump up and say this is not good? I think we are being misled by a lot of things that people say about us and them.